രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് ഏട്ടനെ പണിക്കും പറഞ്ഞയച്ച് മോൾ ഉറക്കാൻ വേണ്ടി പോയതാണ്. വന്നപ്പോഴത്തേക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. പാത്രമൊക്കെ പിന്നെ കഴുകാം, ആദ്യം അരിക്ക് വെള്ളം വെക്കാലോ എന്ന് വിചാരിച്ചിട്ട് സ്റ്റൗ കത്തിച്ചിട്ട് അരിക്ക് വെള്ളം വെച്ചു. ഈ ഒരു സ്റ്റൗവിന്റെ റിവ്യൂ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതുവരെ യൂസ് ചെയ്തിട്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. രാവിലെ തിരക്കിട്ട് ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാർക്ക് 4 ഫുഡൊക്കെ ഒരുമിച്ച് വെച്ച് കുക്ക് ചെയ്യാന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണല്ലോ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എന്താണെങ്കിലും അടിപൊളിയാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി യൂസ് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ ഞാൻ എന്തായാലും മോൾ എണീക്കുന്നതിന് മുമ്പിട്ട് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് അടുക്കള പൂട്ടാൻ പോവാണ്. അതിന് മുമ്പിട്ട് നിങ്ങൾക്ക് ഞാൻ ഈ ഒരു ടവൽ കാണിച്ചു തരാം കേട്ടോ. ഏകദേശം 100 പ്രാവശ്യമൊക്കെ കഴുകി റീയൂസ് ചെയ്യാൻ പറ്റുന്ന ബാമ്പുവിന്റെ ഒരു തരം ടിഷ്യൂ മോഡൽ ടവലാണ്. ഒരു റോളിൽ തന്നെ ഒരുപാടെണ്ണം ഉള്ളതുകൊണ്ട് കുറച്ച് കാലത്തേക്ക് ഇതിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ വന്നതിന് ശേഷം അടുക്കളൊക്കെ ക്ലീൻ ചെയ്യാൻ തുണിയൊക്കെ വളരെ കുറവായിട്ട് ഓർഡർ ചെയ്തതാണ്. എന്താണെങ്കിലും ഉപകാരപ്പെട്ടു. പിന്നെ ഞാനിങ്ങനെ പണിയൊക്കെ കഴിഞ്ഞത് സ്വയം അങ്ങ് തീരുമാനിച്ച് സിനിമയൊക്കെ കണ്ട് ഊഞ്ഞാലാടി ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. ഇന്നലെ ഏട്ടൻ വരുന്ന സമയത്ത് കുറച്ച് ഫ്രൂട്ട്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി തുടച്ചിട്ട് എടുത്ത് വെക്കണം. ചൂടുവെള്ളത്തിൽ ഉപ്പൊക്കെ ഇട്ട് കഴുകിയിട്ട് ഉണക്കാൻ വെച്ച സമയത്ത് ഞാൻ വിചാരിച്ചു ഇതിൽ നിന്ന് എന്തെങ്കിലും എടുത്തിട്ട് ഷേക്ക് ഉണ്ടാക്കാന്ന്. അങ്ങനെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കുറച്ച് കഷ്ണവും ആപ്പിളും പഴവും ഇതൊന്നും കൂടാതെ അവിലും പാലും മധുരത്തിന് വേണ്ടി പനങ്കൽക്കണ്ടൊക്കെ ഇട്ടിട്ട് നല്ല ഹെൽത്തി ആയിട്ടാണ് ഷേക്ക് ഉണ്ടാക്കിയത്. ഷേക്ക് ഉണ്ടാക്കിയിട്ട് ആദ്യം തന്നെ മോൾക്ക് കൊടുത്തു. ഈടായിട്ട് മോള് ഫുഡ് കഴിക്കുന്നത് വളരെ കുറവാണ്. തണുപ്പാകുമ്പോൾ ജ്യൂസോ ഷേക്കൊക്കെ കുടിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നത്. പക്ഷെ അതാണെങ്കിൽ പോലും കുറച്ച് മാത്രമേ കുടിക്കുള്ളൂ. ഇന്നാണെങ്കിൽ കുടിച്ചതിന്റെ ബാലൻസ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇതുകൊണ്ട് ഐസ് ഉണ്ടാക്കി കൊടുക്കാന്ന്. അങ്ങനെ ബാലൻസ് വന്ന ഷേക്ക് കൊണ്ട് ഐസൊക്കെ ഉണ്ടാക്കി ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് നേരെ പോയിട്ട് അരി വാർത്തു കേട്ടോ. ഇത്ര നേരം കുളിക്കാൻ പോകാത്തത് അരി കറക്റ്റ് വേവിന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്താണെങ്കിലും കറക്റ്റ് വേവിന് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താണെങ്കിലും സമാധാനത്തോടെ പോയി കുളിച്ചിട്ട് വരാം. അങ്ങനെ മുടിയൊക്കെ സെറ്റ് ചെയ്തിട്ട് കുറച്ച് എണ്ണയൊക്കെ തേച്ച് പോയി കുളിച്ച് റെഡിയായി വന്നു. കുളിച്ച് വന്നപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്തിട്ട് അത് കഴിച്ചു. പിന്നെ എന്ത് കഴിച്ചു എന്ന് പറഞ്ഞാലും ഉച്ചയ്ക്ക് ചോറ് എനിക്ക് മസ്റ്റാണ്. അതുകൊണ്ട് നേരെ പോയിട്ട് ചോറൂടെ കഴിച്ചു. പിന്നെ നമ്മുടെ ഈ ഒരു കത്തി ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. വാങ്ങിയ സമയത്ത് ഞാൻ വിചാരിച്ചത് വളരെ ഫ്ലോപ്പ് ആയിരിക്കും എന്നാണ്. പക്ഷെ നല്ല മൂർച്ചയുണ്ട്, നല്ല ഉപയോഗമാണ്. അപ്പം എൻ്റെ ഈയിലുള്ള പ്രോഡക്റ്റിൻ്റെ ഒക്കെ ലിങ്ക് മോൾ ടാഗ് ചെയ്ത് കൊടുക്കാം. ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ലവ് യു.